ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് 1/4 കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച പരിപ്പ് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാങ്ങയുണ്ടല്ലോ, അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുത്തിയിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങയും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. മാങ്ങയും പരിപ്പും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ്. ഇനി ഒരു തവി വെച്ചിട്ട് ഈ മാങ്ങയും പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അങ്ങനെ അരച്ചെടുക്കുന്നില്ല. പരിപ്പൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ചോറിന്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒരു പച്ചമാങ്ങ രസമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്, പരിപ്പൊക്കെ ചേർത്തിട്ട്. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 3-4 കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഞാൻ ഈ രസത്തിലോട്ട് മൊത്തം 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കാൻ നേരത്തെ 2 കപ്പ് വെള്ളവും പിന്നീട് 3 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് രസത്തിന് പുളി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ ഈ നേരത്തെ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കായമാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് രസത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത ശേഷം രസം ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കടുക് പൊട്ടിച്ചതിന്റെയും കായം ചേർത്തതിന്റെയും ഒക്കെ ആ ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്